Good morning all students. ME 204 Thermal Engineering. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെക്ഷൻ നമ്മൾ സെക്കൻഡ് സീരീസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സെക്കൻഡ് സീരീസ് എക്സാമിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സാം ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതെങ്ങനെ സോൾവ് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഞാൻ തിയറി സബ്ജക്ട്സിൻ്റെ എല്ലാം നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് തിയറി സബ്ജക്റ്റ്. ബട്ട് പ്രോബ്ലമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ പ്രോബ്ലമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ആ പ്രോബ്ലംസ് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ എൻജിൻ ഡെവലപ്സ് 8 kilowatt of power with its indicated thermal efficiency and mechanical efficiency of 40% and 75% respectively. Estimate the fuel consumption of the engine, indicated specific fuel consumption. Assume calorific value of the fuel as 44,000 kilojoule per kilogram. Okay, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഡെവലപ്സ് 8 kilowatt of power എന്ന് പറഞ്ഞാൽ എൻജിനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 8 kilowatt ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബ്രേക്ക് പവർ, ഇറ്റ് ഈസ് 8 kilowatt. Then with its indicated thermal efficiency is 40% and mechanical efficiency 75%. Also നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട, എത്രയാണ് എൻജിൻ കൺസ്യൂം ചെയ്യുന്ന ഫ്യൂവൽ. ദെൻ ഓൾസോ ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ. ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ കൺസ്യൂംഡ് പെർ അവർ പെർ 1 kilowatt of indicated power. Okay, then calorific value തന്നിട്ടുണ്ട് ഫ്യൂവലിൻ്റെ 44,000 kilojoule per kilogram. ഞാനതിൻ്റെ ഒരു ഗിവൺ വാല്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ബി പി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, കലോറിഫിക് വാല്യൂ. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ വാല്യൂസ് വെച്ചിട്ട് സോൾവ് ചെയ്യണം. സോ ആദ്യം എന്ത് മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ആ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 8/IP. From that we can find out indicated power as 10.66 kilowatt. Okay, അപ്പം ആദ്യം നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി വെച്ചിട്ട് ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിച്ചു. Then next നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡഡ് ബൈ fuel consumed per hour into calorific value ആണ്. ദാറ്റ് ഈസ് IP ഡിവൈഡ് ബൈ MF by 3600 into CV. അപ്പോൾ ഞാൻ ആ ബൈ 3600 മോളിൽ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയി. ദാറ്റ് ഈസ് IP into 3600 ഡിവൈഡ് ബൈ MF into CV. ഇനി ഇവിടെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും, BP into 3600 ഡിവൈഡ് ബൈ MF into CV ആവും. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി തന്നതുകൊണ്ട് IP into 3600 ഡിവൈഡ് ബൈ MF into CV. അപ്പോൾ നമുക്ക് ITHൻ്റെ വാല്യൂ അറിയാം, എഫിഷ്യൻസി വാല്യൂ അറിയാം, 40%, ദാറ്റ് ഈസ് 0.40 is equal to 10.6 into 3600 divided by MF into 44,000. എപ്പോഴും ശ്രദ്ധിക്കുക, കലോറിഫിക് വാല്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കിലോജൂൾ പെർ കിലോഗ്രാമിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, കാരണം നമുക്ക് ക്വസ്റ്റ്യനിലെല്ലാം മെഗാജൂളിലൊക്കെ ആയിരിക്കും തന്നിട്ടുള്ളത്. അതിനെ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിലോജൂളിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IP ഇൻ കിലോ വാട്ട്, MF ഇൻ കിലോഗ്രാം പെർ ഹവർ. ആ അവർ കൺവേർഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് കിട്ടും, MF ദാറ്റ് ഈസ് amount of fuel consumed is equal to 2.18 kilogram per hour. ഇനി നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ കൺസ്യൂംഡ് പെർ അവർ പെർ കിലോ വാട്ട്. ഓക്കെ, 1 kilowatt ഓഫ് ഇൻഡിക്കേറ്റഡ് പവറിന് എത്ര ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 2.18 ഡിവൈഡ് ബൈ 10.6, ദാറ്റ് ഈസ് 0.2046 കിലോഗ്രാം പെർ കിലോ വാട്ട് അവർ. എപ്പോഴും യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ യൂണിറ്റിൻ്റെ കാര്യം ശ്രദ്ധിച്ചോളാം. ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ആയാലും ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ആയാലും നമ്മുടെ യൂണിറ്റ് കിലോഗ്രാം പെർ കിലോ വാട്ട് അവർ. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ കൺസ്യൂംഡ് പെർ അവർ പെർ കിലോവാട്ട് ഓഫ് ഇൻഡിക്കേറ്റഡ് പവർ ഓർ പെർ കിലോവാട്ട് ഓഫ് ബ്രേക്ക് പവർ. ഇതാണ് ഇൻഡിക്കേറ്റഡ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷനും ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷനും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സെക്ഷൻ, ദാറ്റ് ഈസ് അതൊരു ഗ്യാസ് ടർബൈൻ, മൊഡ്യൂൾ 6ൻ്റെ ഗ്യാസ് ടർബൈൻ്റെ പ്രോബ്ലം ആയിരുന്നു. ഈ പ്രോബ്ലം ഈ ടൈപ്പിലൊരു പ്രോബ്ലമാണ് മെയിൻലി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. സോ ഇതൊരു ഗ്യാസ് ടർബൈൻ്റെ പ്രോബ്ലമാണ്, ദാറ്റ് ഈസ് ബ്രേട്ടൺ സൈക്കിൾ. അപ്പോൾ ബ്രേട്ടൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ഓക്കെ, ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. In a gas turbine plant working on Brayton cycle, the inlet air temperature is 27 degrees Celsius and the pressure ratio is 7. And the maximum temperature is 850 degrees Celsius. Find the compressor work, turbine work, cycle efficiency and work ratio. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് T1 27 degrees Celsius, RP pressure ratio RP is equal to 7 and maximum pressure. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ TS ഡയഗ്രാം വരച്ച് നോക്കുമ്പോൾ എന്താണ് വരുന്നത്? T3 ആണ് നമുക്ക് വരുന്ന മാക്സിമം ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 850 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇനിഷ്യൽ പ്രഷറും കൂടെ തന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. സോ ദേ ആർ നോട്ട് ഗിവൺ ഇൻ ദ പ്രോബ്ലം. സോ അസ്യൂം ദാറ്റ് P1 equal to 1 bar. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും P1 equal to 1 bar എന്ന് എടുക്കണം അല്ലെങ്കിൽ അസ്യൂം ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലാക്കണം? അപ്പോൾ നമ്മളെ ഈ ഒരു ഗ്യാസ് ടർബൈൻ പ്രോബ്ലംസ് വന്നാൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. 1 to 2 എന്ന പ്രോസസ്സ് കൺസിഡർ, ദാറ്റ് ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് കൺസിഡർ ചെയ്യുക. അഡിയബാറ്റിക് കംപ്രഷൻ്റെ ഇക്വേഷൻ എന്താണ്? T2/T1 equal to P2/P1 raised to gamma minus 1 by gamma. ഓക്കെ, ഞാൻ അത് സോൾവ് ചെയ്യുമ്പം എനിക്ക് P2/P1 അറിയാം, RP തന്നിട്ടുണ്ട്. ബട്ട് T2/T1 T1 വാല്യൂ തന്നിട്ടുണ്ട്, ബട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് T2. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, T2 വാല്യൂ കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യം പ്രോസസ്സ് 1 to 2 കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ട പ്രോസസ്സ് 3 to 4 എക്സ്പാൻഷൻ പ്രോസസ്സ്, ദാറ്റ് ഈസ് ഓൾസോ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അഡിയബാറ്റിക് എക്സ്പാൻഷൻ നമ്മൾ എന്ത് ചെയ്തു? T4/T3 is equal to P4/P3 raised to gamma minus 1 by gamma. അപ്പം ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ എക്സ്പാൻഷൻ പ്രോസസ്സിൽ P4/P3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് പ്രഷർ റേഷ്യോ. പ്രഷർ റേഷ്യോ ഒന്നെങ്കിൽ P3/P4 ആണ് പ്രഷർ റേഷ്യോ. അപ്പോൾ ആ P3/P4 ഞാൻ റെസിപ്രോക്കൽ എടുത്തു. T4 is equal to 1/7 raised to gamma minus 1 by gamma എന്ന് 0.2857 എന്ന് എഴുതിയിട്ടുണ്ട് ഇൻറ്റു T3, ദാറ്റ് ഈസ് T4. ഇനി ഇവിടെ നമുക്ക് രണ്ട് വാല്യൂവും കിട്ടി, T2 വാല്യൂവും കിട്ടി, T4 വാല്യൂവും കിട്ടി. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വർക്ക്, കംപ്രസർ വർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കംപ്രസർ വർക്ക് ഈസ് ഇൻ കേസ് മാസ് തന്നിട്ടുണ്ടെങ്കിൽ MCP T2 minus T1. ഇവിടെ മാസ് തരാത്തുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ഇൻ പെർ കിലോഗ്രാം കണ്ടുപിടിക്കാം. സോ WC is equal to CP into T2 minus C1. CP 0.005 നമ്മൾ അസ്യൂം ചെയ്തു എയറിൻ്റെ വാല്യൂ. ദെൻ T2 വാല്യൂ അറിയാം, T1 വാല്യൂ അറിയാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി കംപ്രസർ വർക്ക്. സിമിലർലി ടർബൈൻ വർക്ക് CP into T3 minus T4, അത് നമ്മൾ ടർബൈൻ വർക്കും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി സൈക്കിൾ എഫിഷ്യൻസിയാണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ ബ്രേട്ടൺ സൈക്കിളിൻ്റെ എഫിഷ്യൻസി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബ്രേട്ടൺ സൈക്കിൾ എഫിഷ്യൻസി ഈക്വൽ ടു 1 minus 1 by RP raised to gamma minus 1 by gamma. RPയുടെ വാല്യൂ നമുക്കറിയാം, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി വർക്ക് റേഷ്യോ ഉണ്ട്. വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് നെറ്റ് വർക്ക് കിട്ടുന്നത് നമുക്കറിയാം. ബ്രേട്ടൺ സൈക്കിളിൽ ടർബൈൻ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടർബൈനിൽ നിന്ന് കുറച്ച് വർക്ക് എക്സ്ട്രാക്ട് ചെയ്താണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നെറ്റ് വർക്ക് എത്രയാണ് ഡിവൈഡ് ബൈ ഗ്രോസ് വർക്ക്. ഗ്രോസ് വർക്ക് എന്ന് പറഞ്ഞാൽ ടർബൈൻ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക്. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ടർബൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നും കംപ്രസർ എത്ര എടുത്തു അതിൻ്റെ ഡിഫറൻസ് ആണ് നെറ്റ് വർക്ക്. ഓക്കെ, ദാറ്റ് ഈസ് turbine work minus compressor work divided by turbine work. Turbine work minus compressor work divided by turbine work. This is the work ratio. 0.5342 is a work ratio. Okay, അപ്പം ഈ നാലിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കൺസിഡർ ചെയ്യാം, നമുക്ക് P1 വാല്യൂ തന്നിട്ടില്ല. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചു, നമുക്ക് P1 വാല്യൂ തന്നിട്ടില്ല, ഞാൻ 1 എന്ന് അസ്യൂം ചെയ്യട്ടെ. ഓക്കെ, യു ക്യാൻ അസ്യൂം ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് 1. ബട്ട് നമ്മൾ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നും, ഈ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിലും 4 ക്വസ്റ്റ്യൻസിലും P1ൻ്റെ വാല്യൂ അവർ കൺസിഡർ ചെയ്തിട്ടില്ല. P1ൻ്റെ വാല്യൂ നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി പ്രഷർ റേഷ്യോ തന്നിട്ടുണ്ട്. ഇൻ കേസ് in any question if they are asking for the P3 maximum pressure P3 അല്ലെങ്കിൽ P2 പ്രഷറോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് മതി? P1ൻ്റെ വാല്യൂ മതി. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് P1 അസ്യൂം ചെയ്യാം. ബട്ട് ഞാൻ ഇവിടെ അസ്യൂം ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ഒരു ഇക്വേഷനിൽ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഇനി എവിടെയാണത് യൂസ് ചെയ്യേണ്ടത്? ഇഫ് ദേ ആർ ആസ്കിംഗ് ടു ഫൈൻഡ് ഔട്ട് P3
P3, that is maximum pressure, or P2, the pressure after compression. ഈ ഒരു വാല്യൂസ് ചോദിച്ചാൽ മാത്രം നമുക്ക് P1 അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, അതർവൈസ് P1 ഒരു എസെൻഷ്യൽ ഫാക്ടർ അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ എൻജിൻ ഡെവലപ്സ് 8 kilowatt of power with its indicated thermal efficiency and mechanical efficiency of 40% and 75% respectively. Estimate the fuel consumption of the engine, indicated specific fuel consumption. Assume calorific value of the fuel as 44,000 kilojoule per kilogram. Okay, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഡെവലപ്സ് 8 kilowatt of power എന്ന് പറഞ്ഞാൽ എൻജിനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 8 kilowatt ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബ്രേക്ക് പവർ, ഇറ്റ് ഈസ് 8 kilowatt. Then with its indicated thermal efficiency is 40% and mechanical efficiency 75%. Also നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എത്രയാണ് എൻജിൻ consume ചെയ്യുന്ന fuel, then also indicated specific fuel consumption. Indicated specific fuel consumption എന്ന് പറയുമ്പോൾ indicated power യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന specific fuel consumption, that is amount of fuel consumed per hour per 1 kilowatt of indicated power. Okay, then calorific value തന്നിട്ടുണ്ട് ഫ്യൂവലിൻ്റെ 44,000 kilojoule per kilogram. ഞാനതിൻ്റെ ഒരു ഗിവൺ വാല്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ബി പി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, കലോറിഫിക് വാല്യൂ. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ വാല്യൂസ് വെച്ചിട്ട് സോൾവ് ചെയ്യണം. സോ ആദ്യം എന്തൊരു മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ആ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ബ്രേക്ക് പവർ. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും, ദാറ്റ് ഈസ് T1 മിനിമം ടെമ്പറേച്ചർ, T3 മാക്സിമം ടെമ്പറേച്ചർ. ഇനി T2 T3 ഈക്വലാണ്. ഇറ്റ് വിൽ ബി ഇൻ എ സെയിം ലൈൻ. ഓക്കെ, T2 T3, ദാറ്റ് ഈസ് ഇവിടെ നിന്ന് എത്ര ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആഫ്റ്റർ കമ്പഷൻ അത്രയും ടെമ്പറേച്ചറിൽ തന്നെ ആഫ്റ്റർ എക്സ്പാൻഷൻ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, കംപ്രഷൻ പ്രോസസ്സിൽ എത്ര ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നോ എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെ എൻഡിൽ വരുന്ന ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. സോ മാക്സിമം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. സോ T2 is equal to T4. ഇനി ഫോർ മാക്സിമം നെറ്റ് വർക്ക്, ഞാൻ പറഞ്ഞില്ല മാക്സിമം നമ്മൾ ക്യൂ കൊടുക്കുന്നത് മുഴുവൻ വർക്കായിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം നെറ്റ് വർക്ക് ഔട്ട്പുട്ടിനെ നമ്മുടെ T4 എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ T4 is equal to T2 is equal to root of T1 into T3. We can get the value 570.2 Kelvin. Okay. Our second section, that is അതൊരു ഗ്യാസ് ടർബൈൻ, മൊഡ്യൂൾ 6ൻ്റെ ഗ്യാസ് ടർബൈൻ്റെ പ്രോബ്ലം ആയിരുന്നു. ഈ പ്രോബ്ലം ഈ ടൈപ്പിലൊരു പ്രോബ്ലമാണ് മെയിൻലി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. സോ ഇതൊരു ഗ്യാസ് ടർബൈൻ്റെ പ്രോബ്ലമാണ്, ദാറ്റ് ഈസ് ബ്രേട്ടൺ സൈക്കിൾ. അപ്പോൾ ബ്രേട്ടൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ഓക്കെ, ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. In a gas turbine plant working on Brayton cycle, the inlet air temperature is 27 degrees Celsius and the pressure ratio is 7. And the maximum temperature is 850 degrees Celsius. Find the compressor work, turbine work, cycle efficiency. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ. നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ പവർ ചെയ്ത് കണ്ടുപിടിച്ചു. മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ MF into CV is equal to നമുക്കൊരു എനർജി ബാലൻസ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ എത്രയാണോ ഫ്യൂവലിൽ കൊടുക്കുന്ന എനർജി, ദെൻ അത്രയും എനർജിയും എയർ ബേൺ ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ എനർജി കൺസർവേഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ എനർജി ബാലൻസ് ഇക്വേഷൻ. അപ്പോൾ ഫ്യൂവലിൻ്റെ Q വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? MF into CV is equal to എയറിൻ്റെ Q വാല്യൂ, ദാറ്റ് ഈസ് MA into മാസ് ഓഫ് എയർ into CP into T3 minus T2. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get MF is equal to 0.4856, that is MA into CP into T3 minus T2, 1073 minus 570.2 divided by 45,000, that is അത്രയും kilojoule per kilogram calorific value. From that we will get 5.45 into 10 raised to minus 3 kilogram per second. Okay, ഇത് എന്ന് പറയുന്നത് ഒരു മാസ് ഓഫ് എയറും കണ്ടുപിടിച്ചു, മാസ് ഓഫ് ഫ്യൂവലും കണ്ടുപിടിച്ചു. നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയർ ഫ്യൂവൽ റേഷ്യോ കണ്ടുപിടിക്കാൻ പറയാം. ഇഫ് ദേ ആർ ആസ്കിങ് ഫോർ എയർ ഫ്യൂവൽ റേഷ്യോ MA by MF is equal to നമ്മുടെ MA വാല്യൂ 0.4856 ഡിവൈഡഡ് ബൈ 5.45 into 10 raised to minus 3. അത് ചെയ്യുമ്പോൾ നമുക്ക് എയർ ഫ്യൂവൽ റേഷ്യോ കിട്ടും. ഓക്കെ, ഇഫ് ദേ ആർ ആസ്കിങ് ഫോർ ദ എക്സ്ട്രാ തിങ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Process 3 to 4, expansion process, that is also adiabatic expansion. Adiabatic expansion നമ്മൾ എന്ത് ചെയ്തു? T4 by T3 is equal to P4 by P3 raised to gamma minus 1 by gamma. അപ്പം ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ എക്സ്പാൻഷൻ പ്രോസസ്സിൽ P4 by P3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് പ്രഷർ റേഷ്യോ. പ്രഷർ റേഷ്യോ ഒന്നെങ്കിൽ P3 by P4 ആണ് പ്രഷർ റേഷ്യോ. അപ്പോൾ ആ P3 by P4 ഞാൻ റെസിപ്രോക്കൽ എടുത്തു. T4 is equal to 1/7 raised to gamma minus 1 by gamma ഞാൻ 0.2857 എന്ന് എഴുതിയിട്ടുണ്ട് ഇൻറ്റു T3, ദാറ്റ് ഈസ് T4. ഇനി ഇവിടെ നമുക്ക് രണ്ട് വാല്യൂവും കിട്ടി, T2 വാല്യൂവും കിട്ടി, T4 വാല്യൂവും കിട്ടി. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വർക്ക്, കംപ്രസർ വർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കംപ്രസർ വർക്ക് ഈസ് ഇൻ കേസ് മാസ് തന്നിട്ടുണ്ടെങ്കിൽ mCp T2 മൈനസ് T1. ഇവിടെ മാസ് തരാത്തുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ഇൻ പെർ കിലോഗ്രാം കണ്ടുപിടിക്കാം. സോ WC is equal to CP into T2 minus C1. CP 0.005 നമ്മൾ അസ്യൂം ചെയ്തു എയറിൻ്റെ വാല്യൂ. ദെൻ T2 വാല്യൂ അറിയാം, T1 വാല്യൂ അറിയാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി കംപ്രസർ വർക്ക്. സിമിലർലി ടർബൈൻ വർക്ക് CP into T3 minus T4, അത് നമ്മൾ ടർബൈൻ വർക്കും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അക്കോർഡിംഗ് ടു മോസ്റ്റ് ടെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫിൽ നിന്നാണ് നമുക്ക് IP1 കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് IP1 ഈസ് ഈക്വൽ ടു ടോട്ടൽ ബ്രേക്ക് പവർ മൈനസ് ബ്രേക്ക് പവർ ഓഫ് ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ്. ഓക്കെ, ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബ്രേക്ക് പവർ മൈനസ് ബ്രേക്ക് പവർ ബൈ ഫസ്റ്റ് സിലിണ്ടർ കട്ട് ഓഫ്. അപ്പോൾ നമുക്ക് IP1 കിട്ടി. ഇനി IP2 അതേപോലെ എന്താണ്? ടോട്ടൽ ബ്രേക്ക് പവർ മൈനസ് brake power of second cylinder cut off. Similarly, IP3 is 4.3, IP4 is 4.5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടും 17.8 കിലോവാട്ട്. ഓക്കെ, അപ്പം IP അറിയാം, BP അറിയാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു BP ബൈ IP 82.5%. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും ദാറ്റ് ഈസ് T1 minimum temperature, T3 maximum temperature. ഇനി T2 and T3 ഈക്വലാണ്. ഇറ്റ് വിൽ ബി ഇൻ എ സെയിം ലൈൻ. ഓക്കെ, T2 T3, ദാറ്റ് ഈസ് ഇവിടെ നിന്ന് എത്ര ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നോ ആഫ്റ്റർ കമ്പഷൻ അത്രയും ടെമ്പറേച്ചറിൽ തന്നെ ആഫ്റ്റർ എക്സ്പാൻഷൻ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, കംപ്രഷൻ പ്രോസസ്സിൽ എത്ര ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നോ എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെ എൻഡിൽ വരുന്ന ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. സോ മാക്സിമം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. സോ T2 is equal to T4. ഇനി ഫോർ മാക്സിമം നെറ്റ് വർക്ക്, ഞാൻ പറഞ്ഞില്ല മാക്സിമം നമ്മൾ ക്യൂ കൊടുക്കുന്നത് മുഴുവൻ വർക്കായിട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം നെറ്റ് വർക്ക് ഔട്ട്പുട്ടിനെ നമ്മുടെ T4 എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ T4 is equal to T2 is equal to root of T1 into T3. We can get the value 570.2 Kelvin. Okay. Then air standard efficiency equal to 1 minus 1 by 6.024 raised to 1.4 minus 1. So 51.24 80. രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get the relative efficiency. Okay, താങ്ക് യു. നമ്മളപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ത്രൂ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ബാക്കിയെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. തിയറി ക്വസ്റ്റ്യൻസിന് നമുക്കെല്ലാം നോട്ട്സ് തന്നിട്ടുണ്ട്. വി ക്യാൻ ഹാവ് ടു ചെക്ക് ഓൺ ദാറ്റ്. ഓക്കെ, താങ്ക് യു.